പ്രിയ സഹോദരരെ, ഞാനിപ്പോൾ ലൈൻ വന്നിരിക്കുന്നത് ആരെയും കുറ്റം പറയാനല്ല, എന്നാൽ നിങ്ങൾ സ്വയമേ ഒന്ന് ശോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നിങ്ങളോട് പറയാനാണ്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അത് ഇതേ കൊണ്ടും വടക്കേ ഇന്ത്യയിൽ ഒരു പാസ്റ്ററെ ചാടകം തീറ്റിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, മക്കളെ, നിങ്ങൾ എന്തിന് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രശ്നമുണ്ടാക്കുന്നു? ദൈവം തന്നെ പറഞ്ഞത്, ഒരുവനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ എന്നാണ്. നീ വടക്കേ ഇന്ത്യയിൽ പോയത് ദൈവവചനം പ്രഘോഷിക്കാനാണ്. നീ ഏത് വിധത്തിലാണെങ്കിലും അവിടെ ഒരു വീടൊക്കെ എടുത്ത് താമസിച്ച് ഏതായാലും തന്നെ ഭാര്യ കൊണ്ടാണെന്ന് പോയത്. അവിടെ താമസിച്ച് ദൈവവചനം ആരോട് പ്രസംഗിച്ചു, ആരെ അറിയിച്ചു എന്നത് കൂടിയൊക്കെ നിന്റെ കടമയാണ് ആ പട്ടി പറയുന്നത്. നീയൊക്കെ കാശുണ്ടാക്കാൻ പോയതാ, അല്ലാതൊന്നുമല്ല. ദൈവവചനം നിങ്ങൾ അടുത്തുള്ള സാധാരണക്കാരെ, അവിടുത്തെ ആദിവാസികളിൽ പോയി നിങ്ങൾ ഏത് ഭാഷയിൽ അവരെ ദൈവവചനം അറിയിച്ചു എന്തുകൂടി നീ പറയണ? നീയൊക്കെ ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കാനായിട്ട് പോയതാ, അതോ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് പോയതാണോ? ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ബെന്തിക്കോസ്ത് സഭ എന്നല്ല, എല്ലാ ക്രിസ്തീയ സഭകളുടെയും തലപ്പത്തിരിക്കുന്നവർക്ക് വെപ്രാളമാണ്. എന്തിൻ്റെ വെപ്രാളമാണ്? നാളെ എന്ത് സംഭവിക്കും? അത് ആർക്കെന്നുള്ളതല്ല, ഇവരുടെ ജീവിതത്തിൽ ഈ ക്രിസ്തീയ സഭകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് നാളെ എന്ത് സംഭവിക്കും? ഇന്ന് സുഭിക്ഷമായി വലിച്ചു വാരി കൂട്ടി തിന്ന് വിശ്വാസികളെ അന്ധവിശ്വാസത്തിലേക്കും അല്ലാതെ എല്ലാ ദുർമാർഗങ്ങളിലേക്കും നയിക്കുന്ന ഈ യുവന്മാർ ഇപ്പോൾ ചിന്തിക്കുന്നത് നാളെ ഈ സുഖസൗകര്യം കിട്ടുമോ എന്നാണ്. കിട്ടും മക്കളെ, കിട്ടും. വിശ്വാസികൾ ഇത് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒന്ന് ചിന്തിച്ചോ, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തെ ക്രിസ്തുവിനെ വെച്ച് കാശുണ്ടാക്കുന്ന നിന്നെയൊക്കെ ദൈവം ഒരു ദിവസം പിടിക്കും. ഓർത്തു, നീയൊക്കെ ദൈവം കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കണ്ട. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരെയൊക്കെ പറഞ്ഞു വിട്ടത്. നിനവയിൽ ഒരാളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഏതെല്ലാം കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ദൈവം മനുഷ്യനെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നീയൊക്കെ പുരോഹിതവർഗമെന്നല്ല, നിങ്ങൾ ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന ക്രിസ്തീയ സഭകളിലെ തലപ്പത്തിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാളെ എന്നുള്ളത് എന്തായിരിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇന്ന് ലക്ഷറി ലൈഫ് ആസ്വദിച്ച് ജീവിക്കും. നാളെ അതിവേദന കൊണ്ട് പിഴഞ്ഞു കിടക്കുന്നത് കാണാൻ
നിനക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായും സംഭവിക്കും. ആരും ആരെ കുറ്റം പറയണ്ട. ഓർത്തഡോക്സ് സഭ വലിയ മഹാസഭയാണ്. ഇന്ന് ഞാനൊരു ലേഖനം വായിക്കാനിടയായി ഫേസ്ബുക്കിൽ. ഓർത്തഡോക്സ് സഭയിൽ ഇന്ന് നടക്കുന്ന എന്തുവാ? കച്ചവടമാണ്. കച്ചവടം ഉറപ്പിക്കുക. ഒരു മെത്രാൻ, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പരുവനത്തിന് മീനുള്ള പെരുന്നാളിന് പരുവന പള്ളിയിൽ കുർബാന അർപ്പിക്കാനായിട്ടൊരു മെത്രാന് പോകേണ്ടി വന്നു. ആ മെത്രാനെ തന്നെ ചെങ്ങന്നൂർ ബഥേൽ അരമനപ്പള്ളിയിൽ, അതായത് ചെങ്ങന്നൂർ ബഥേൽ അരമനപ്പള്ളി സ്ഥാപിച്ചത് നമ്മുടെ പരുവത്തിനുവേണ്ടിയാണ്. ആ ബഥേൽ അരമനപ്പള്ളിയിൽ കുർബാനയ്ക്ക് ആ മെത്രാനെ വിളിച്ചു. നല്ല കാര്യം, അദ്ദേഹം വന്നു. പക്ഷേ കൈമടക്ക് കൊടുക്കേണ്ടി വന്നു. ഇവൻ്റെയൊക്കെ ഒടുക്കത്തെ ദൈവവിശ്വാസവും ആത്മീയ പ്രവർത്തനവും. എവിടാണ് ഇതിൻ്റെയൊക്കെ ആത്മീയ പ്രവർത്തനം? നിങ്ങൾ ഏത് വിധേനയും വിശ്വാസികളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് പിഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്തുകൊണ്ട് ഓർത്തഡോക്സ് പുരോഹിതന്മാരുടെ ഭാര്യമാർക്ക് കാശ് മേടിക്കാതെ സ്കൂളുകളിൽ അവർക്ക് ജോലി നൽകുന്നു? എന്തുകൊണ്ട്? അവരെന്താ പ്രത്യേകമാണോ? അവർക്ക് വല്ലതും മറ്റേതുണ്ടോ കൂടുതലായിട്ട്? പാവപ്പെട്ട വിശ്വാസിത മകനോ മകളോ പഠിച്ച് പാസ്സായാലും അവർ ലക്ഷങ്ങൾ കൈമടക്ക് കൊടുക്കേണ്ടി വരും. മകളെ, ഇത് ഈ കാലമൊക്കെ മാറും. കുടം പിടിക്കാത്ത പുരോഹിതവർഗമേ, നീയൊക്കെ ഒരിക്കൽ പശ്ചാത്തപിക്കും. ഞാൻ ചെയ്തതിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ലോകത്തിൻ്റെ നന്മയ്ക്കല്ല, മനുഷ്യൻ്റെ നന്മയ്ക്കല്ല, സ്വന്തം നന്മയ്ക്ക് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന കള്ള പുരോഹിതവർഗമേ, നിങ്ങൾ നന്നായി വാഴുക. നിങ്ങൾക്ക് നന്മ നേരുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതെങ്കിലും പരട്ട പുരോഹിതനോ മെത്രാനോ എന്നോട് ചോദിക്കാവുകയും വാ. അതാ പുത്തങ്ക വലിയ പള്ളിയുടെ അകത്തിരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിന്നെയൊക്കെ ഞാനല്ല, ദൈവം നിന്നെയൊക്കെ ശരിയാക്കും. നീയൊക്കെ ഇന്ന് തിരഞ്ഞ് പശ്ചാത്തപിച്ചില്ലെങ്കിൽ, മക്കളെ, ഈ എയർ കണ്ടീഷൻ കാറൊന്നും നിന്റെ മറ്റിടത്തുനിന്ന് കൊണ്ടുവന്നതല്ല, വിശ്വാസികളുടെ കാശാണെന്ന് ഓർത്തോണം. എങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനിയും ജീവിക്കുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.